മുഹയ്യിദ്ദീൻ മാലയിൽ തന്നെ 116-ാമത്തെ വരിയിൽ നമുക്ക് കാണാം, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോട് തേടുവിൻ വേണ്ടുന്നതെഫേരും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. എന്നോട് തേടുവീൻ, വേണ്ടുന്നതൊക്കെ ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കാത്തതായി ഒന്നുമില്ല. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എന്നെ വിളിച്ചോളൂ, ഏത് നാട്ടിൽ നിന്ന് നിങ്ങൾ ചോദിച്ചാലും മുരീദി ഇദാമാക്കാന ശർക്കം വഖർബ, എന്റെ മുരീദ് മശരിക്കിലാകട്ടെ മഗ്രിബിലാകട്ടെ എന്നെ വിളിച്ചാൽ അഗ്സുഹു, ഞാൻ അവനെ സഹായിച്ചിരിക്കും. ഏത് നാട്ടിൽ എന്നത് പ്രശ്നമല്ല, അത്രയും കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അതെങ്ങനെ നമ്മൾ കാണിക്കണം? ആ അധികാരത്തിൽ നിന്ന് നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോ അവിടെ നിബന്ധനല്ല, ഇന്ന കാര്യങ്ങൾ മാത്രം എന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രമാണ് തസ്രീഫ് എങ്കിൽ ഇവിടെ എല്ലാം ചോദിക്കാൻ പറ്റും. മൂപ്പന്റെ വീട്ടിൽ ശൈഖുന അവിടെ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഇരുന്നു കൊടുക്കുന്ന സമയം, ഒരു ദിവസം തന്നെ 700-800 ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ തന്നെയും ആ ഹദറത്തിലേക്ക് കടന്നു വരുമ്പോ ഓരോരുത്തരും വ്യത്യസ്ത ആവശ്യങ്ങളാ പറയുന്നത്. ചിലർക്ക് മക്കളില്ല, ചിലർക്ക് രോഗങ്ങള്, ചിലർക്ക് വിഷമങ്ങൾ, കേസിൽ കുടുങ്ങിയവർ, അതേപോലെ തന്നെ ഗൾഫിൽ ജയിലിൽ അകപ്പെട്ടവർ, ഇങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി വരുമ്പോ എല്ലാവർക്കും മറുപടി, എല്ലാവർക്കും പരിഹാരം, എല്ലാവർക്കും അതെന്നെ നടപ്പിലാക്കി കൊടുക്കുക എന്നൊന്നുമല്ല. ഒരാള് രോഗിയായി ചെന്നാൽ രോഗം മാറ്റലാണ് അയാൾക്ക് ഹൈറെങ്കിൽ മാറ്റിക്കൊടുക്കും. രോഗം വേണ്ട എന്ന് പറയും, അല്ലെങ്കിൽ പറയും അത് അവിടെ നിന്നോട്ടെ എന്ന് പറയും. അപ്പൊ രോഗിയായി അവശേഷിക്കലാവും നല്ലത്. അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ തീരുമാനിച്ചു തന്നെ നടത്താനുള്ള ആളുകളല്ലല്ലോ അവർ. അതിന്റെ ഹൈറ് നോക്കിയിട്ട് അതിനൊരു പരിഹാരം ഉടനെ ശൈഖ് അവറുകൾ നിർദ്ദേശിക്കും.